ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നത് ഇങ്ങനെയാണ്. ഇതാണ് സംഭവിച്ചത്. പ്രേക്ഷകരെ കണ്ടോളൂ. മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറമാൻ ഷിജിൻ നടിപ്പറ്റയും റിപ്പോർട്ടർ രാഹുൽ കെവിയും സാഹസികമായി ഒപ്പിയെടുത്ത ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ പുലർച്ചെ ജയിൽ ചാടുന്നു. ജയിലഴി വളച്ച് അതിസുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി രക്ഷപ്പെടുന്നു. പള്ളിക്കുന്നിലുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വളപ്പിൽ നിന്ന് ആരും അറിയാതെ കടന്നതിന് ശേഷം കണ്ണൂർ നഗരത്തിലേക്കാണ് ഗോവിന്ദച്ചാമി പോകുന്നത്. ഗോവിന്ദച്ചാമി കടന്നു പോകുന്ന കണ്ട ആളുകൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. CCTV-കൾ പരിശോധിക്കുന്നു. ഗോവിന്ദച്ചാമി തളാപ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാവുന്നു. തളാപ്പിലെ ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ CCTV പരിശോധനയിൽ മെഡിക്കൽ സ്റ്റോർ വരെ ഗോവിന്ദച്ചാമി പോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുന്നു. തൊട്ടടുത്ത് കാട് മൂടിക്കിടന്ന ഒരു പറമ്പാണ്. 100 മീറ്ററോളം സ്ഥലത്ത് കാടുള്ള സ്ഥലം. അവിടെ ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ ഉണ്ട്. അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു ഗോവിന്ദച്ചാമി. അവിടെ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ആ പ്രദേശം വളഞ്ഞ് പരിശോധന നടത്തുന്നു. ഈ ദൃക്സാക്ഷികളായി, അതായത് ഗോവിന്ദച്ചാമി ഓടിപ്പോകുന്ന കണ്ട ആളുകളും ഒപ്പം വരുന്നു. ആ വളപ്പിനകത്ത് നിന്ന്, ആ പറമ്പിനകത്ത് നിന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടുന്നു. അവിടെ കാട് വെട്ടാൻ വന്ന സ്ത്രീ പറയുന്നു, ഗോവിന്ദച്ചാമി പോലെ തോന്നിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഈ ഒരു കൈപ്പത്തി ഇല്ലാത്ത ആൾ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നു. വളയുന്നു, 4 ചുറ്റും വളയുന്നു. അങ്ങനെ വളഞ്ഞതിന് ശേഷം നടത്തിയ പരിശോധനയിലാണ് ഈ കാട് മൂടിക്കിടന്നിരുന്ന പ്രദേശത്തെ ഒരാളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഗോവിന്ദച്ചാമിയെ കാണുന്നത്. അവിടേക്ക് പോലീസ് സംഘം കുതിച്ചെത്തുന്നു. ഒപ്പം ഞങ്ങളുടെ മാതൃഭൂമി ന്യൂസിന്റെ സംഘവും കുതിച്ചെത്തുന്നു. ആ ദൃശ്യങ്ങൾ തൊട്ടു മുമ്പ് പ്രേക്ഷകർ കണ്ടു കാണും. അവിടെ ഒരു ചാലുണ്ട്, വെള്ളമൊഴുകുന്ന ചാലുണ്ട്, മതിലുണ്ട്. ഈ ചാല് ചാടിക്കിടന്ന് ഉരുണ്ട് വീണ് ആ മതില് ചാടിക്കിടന്ന് അപ്പുറത്തെത്തുമ്പോഴാണ് ഗോവിന്ദച്ചാമി കിണറ്റിലുണ്ട് എന്ന കാഴ്ച ക്യാമറ കണ്ണിലൂടെ, ആ കിണറ്റിലേക്ക് നീണ്ട ക്യാമറ കണ്ണിലൂടെ കാണുന്നത്. അവിടെ നിന്ന് ഗോവിന്ദച്ചാമിയെ പൊക്കിയെടുക്കുന്നു. ആ ഗോവിന്ദച്ചാമിയെ തൂക്കിയെടുത്ത് പോലീസ് കൊണ്ടുപോവുകയാണ് ജീപ്പിൽ കയറ്റി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമിയെ അനേക മണിക്കൂറുകൾ പുറത്ത് വിഹരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനെ, ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കിയതിനെ, പരിഭ്രാന്തി ഉണ്ടാക്കിയതിനെ. കേരളം കണ്ട ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലാണ്. ഓടുന്ന ട്രെയിനിൽ വെച്ച് നിസ്സഹായായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി പുറത്തേക്ക് വലിച്ചെറിഞ്ഞ നിഷ്ഠൂരനായ ക്രിമിനലാണ് ഈ ഗോവിന്ദച്ചാമി രക്ഷപ്പെടുന്നത് ഒരു തരത്തിലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ജനങ്ങളിൽ ഭീതി വളർത്തിയനെ. ഇങ്ങനെ ഭീതി വളർത്തിയിരുന്ന ഒരു കൊടും ക്രിമിനൽ ജയിലിൽ നിന്ന് ചാടിപ്പോയി എന്നുള്ളത് വലിയ നാണക്കേട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനും സർക്കാരിനും ഉണ്ടാക്കിയനെ. പക്ഷേ ജാഗ്രത കാണിച്ചു പോലീസ്, ജാഗ്രത കാണിച്ചു ജനങ്ങൾ. കണ്ണൂരിലെ ജനങ്ങൾ ഗോവിന്ദച്ചാമിയെ കണ്ണൂർ വിടാൻ അനുവദിച്ചില്ല. കൃത്യമായി ചൂണ്ടിക്കാണിച്ചു, കൃത്യമായി പോലീസ് പിടിച്ചു. ആ പിടികൂടിയ ഗോവിന്ദച്ചാമിയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി വഴി ലോകം മുഴുവൻ കാണുകയും ചെയ്തു. ഗോവിന്ദച്ചാമി ഇനി ഇതുപോലെയുള്ള ജയിൽ ചാട്ടം നടത്താതിരിക്കാനുള്ള ഉത്തരവാദിത്തം കണ്ണൂർ ജയിൽ അധികൃതർക്കുമുണ്ട്. ഇതുപോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക്, കൊടും കുറ്റവാളികൾക്ക് ഇങ്ങനെ കമ്പി വളച്ച് ഇറങ്ങി പുറത്ത് ചാടാൻ പറ്റുന്ന ജയിലല്ല നമുക്കുണ്ടാവേണ്ടത്. കണ്ണൂർ സെൻട്രൽ ജയില്, അതിന്റെ അധികൃതർ ഇനിയെങ്കിലും അക്കാര്യം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കാം. സമൂഹത്തിൽ ഭീതി ഉണ്ടാക്കുന്ന ഗോവിന്ദച്ചാമിയെ പോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക് പുറത്തിറങ്ങി സ്വൈര്യമായി വിഹരിക്കാൻ കഴിയുക എന്നുള്ളത് നാട്ടിൽ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ഗോവിന്ദച്ചാമിയെ അക്ഷരാർത്ഥത്തിൽ തൂക്കിയെടുത്തിരിക്കുകയാണ് പോലീസ്. ആ കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി അതിൽ നാട്ടുകാരനായ ഒരാൾ മുഖത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട് ഗോവിന്ദച്ചാമിയുടെ. അതും ആ ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോയിരിക്കുകയാണ്. ഗോവിന്ദച്ചാമി എന്ന ആൾ പുറത്തിറങ്ങി നടക്കുമെന്ന ഭീഷണി ഇനി ഇല്ല. എന്തായാലും മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിലൂടെ എക്സ്ക്ലൂസീവായി ലോകം കണ്ട ഈ ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമി എന്ന ഭീതി ഒഴിയുകയാണ്. അയാൾ ജയിലഴിക്കകത്ത് തന്നെ ആയിരിക്കും.